ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ചെറിയൊരു വിശേഷം കേട്ടാലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സുനന്ദയുടെ വിവാഹം അങ്ങനെ കഴിയുകയാണ്. പക്ഷേ നമ്മുടെ സുഭാഷ് ആ സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി വീട്ടിലെ ജോലികളും പണിക്ക് പോകാനൊക്കെ ആയിട്ട് ശ്രമിച്ച് അതൊക്കെ അങ്ങ് പതുക്കെ മറ്റുള്ളവരുടെ മുന്നിൽ തനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന രീതിയിലൊക്കെ സുഭാഷ് വരുത്തി തീർക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും സത്യം പറഞ്ഞ സുഭാഷിനോട് കുറച്ച് ദേഷ്യമുണ്ട്. കാരണം സുനന്ദ അത്രയും റിസ്ക് എടുത്ത് വീട്ടിൽ വന്നിട്ട് തൻ്റെ അമ്മയും അച്ഛനും, സുനന്ദയുടെ അമ്മയും അച്ഛനും കാല് പിടിച്ച് സുഭാഷിനോട് പറഞ്ഞതിൻ്റെ പേരിൽ സുഭാഷ് നമ്മുടെ സുനന്ദയെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ആ ഒരു കാര്യത്തോട് എല്ലാവർക്കും പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയും രണ്ടുപേർക്കും പരസ്പര സ്നേഹമായിരുന്നു. എന്നിട്ട് അവസാനം ഒടുവിൽ വേണ്ട എന്ന് വെച്ചത് സുഭാഷ് ഒറ്റ ഒരാൾ കാരണമാണ്. അപ്പം നിധിക്ക് പോലും അതൊരു വിഷമമുള്ള കാര്യമായിരുന്നു. ഭാസ്കറിന് പോലും ഒരു വിഷമം തോന്നിയ കാര്യമാണ് കേട്ടോ. അങ്ങനെ അവർ ആ ഒരു കേസ് അങ്ങനെ ആയി. പിന്നെ പിറ്റേ ദിവസം കല്യാണമാണ്. നമ്മുടെ സുനന്ദയുടെ വിവാഹമൊക്കെ നടക്കുകയാണ്. സുനന്ദയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സുഭാഷ് ഏട്ടന് തന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. താൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ് സുഭാഷ്. അപ്പോൾ സുഭാഷ് ഏട്ടനെ തന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ലളിതയുടെയും പിന്നെ അതുപോലെ സുനന്ദയുടെ അച്ഛൻ്റെ അമ്മാവൻ്റെയൊക്കെ വാക്ക് കേട്ട് ആ വിവാഹത്തിന് തയ്യാറാവുകയും ആ വിവാഹം നടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വിവാഹമൊക്കെ നടന്നു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഇവരൊഴിച്ച് ബാക്കി എല്ലാ വീട്ടിലെ നാട്ടുകാരും ഒക്കെ വിളിച്ചു കേട്ടോ. നമ്മുടെ ഭാസ്കറിൻ്റെ വീട്ടിലുള്ളവരെ മാത്രം അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസമൊക്കെ കല്യാണം നടന്നു. അന്നേ ദിവസം തന്നെ നമ്മുടെ നിധിക്ക് സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ ആണ്. അപ്പം നമ്മുടെ സുധീഷ് റെഡിയായിട്ട് കാറൊക്കെ ആയിട്ട് നിൽക്കണം. അപ്പോൾ നിധി പറഞ്ഞു, വേണ്ട ഞാൻ പൊക്കോളാം, ഒരു ഓട്ടോ പിടിച്ച് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ സുധീഷിന് നിധിയെ കുറച്ച് നേരമെങ്കിലും ഒറ്റയ്ക്ക് വണ്ടിയിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് കരുതി സുധീഷ് റെഡിയായിട്ട് മുൻകൂട്ടി എല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ സുഭാഷ് പറഞ്ഞു, മോളെ ഞാനും കൂടെ നിൻ്റെ ഇൻ്റർവ്യൂവിന് വരാം, നല്ലൊരു കാര്യത്തിന് പോകുന്നതാണല്ലോ, ഞാനും വരാമെന്ന് പറഞ്ഞു. നിൻ്റെ വീട്ടിലാണെങ്കിൽ നിൻ്റെ അച്ഛനുണ്ടെങ്കിൽ ചിലപ്പോൾ നിൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ വരില്ലേ, അപ്പോൾ ആ ഒരു ഇത് ഞാനും കൂടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. നിധി ഒന്നും പറഞ്ഞില്ല. സുഭാഷ് ഏട്ടന് ജോലി ഉണ്ടെന്നറിയാം. അപ്പോൾ സുധീഷിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. തനിക്ക് ഒരു ഇച്ചിരി നേരം നിധിയായിട്ട് കിട്ടാനായിട്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സുഭാഷ് ഏട്ടൻ ഇടങ്കോലിടാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വേണ്ട സുഭാഷ് ഏട്ടൻ ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ സുധീഷ് പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ സുഭാഷ് പറഞ്ഞില്ല ഞാൻ കൂടെ വരാം. അങ്ങനെ നിധി നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല അണിഞ്ഞൊരുങ്ങി അങ്ങ് വരികയാണ് കേട്ടോ. നമ്മുടെ സുധീഷ് കണ്ടപ്പോൾ കണ്ണഞ്ചിക്കുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യമോ ഇത്രയും നാൾ കണ്ട സൗന്ദര്യമൊന്നും ഒന്നല്ല. നിധി അത്ര ഭംഗിയായിട്ടാണ് കേട്ടോ സാരിയൊക്കെ ഉടുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഹരീഷ് ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഞാനല്ലാണ്ട് പിന്നെ വേറെ വല്ലവരും നോക്കൂടാന്ന് നമ്മുടെ സുധീഷ് പറഞ്ഞു. എന്നാലും താൻ ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ നോക്കൂടാ, എൻ്റെ ഭാര്യയുടെ എന്നൊക്കെ സുധീഷ് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നികേഷും ഹരീഷും ഒക്കെ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ കാറൊക്കെ റെഡിയാക്കിയാൽ പോയിട്ടു. അപ്പോൾ നമ്മുടെ സുധീഷിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. ഈ സുഭാഷ് ഏട്ടനും കൂടെ വരേണ്ടിയില്ലായിരുന്നു എന്ന ഭാവത്തിൽ കാറ് ചെല്ലുന്നത്. അപ്പോൾ സുഭാഷ് ചെന്ന പാടൻ്റെ ബാക്കിലെ ഡോറങ്ങ് തുറന്നു കൊടുക്കുകയാണ്. അപ്പം നിധിയെ ബാക്കിലിരുത്തി സുധീഷിന് എന്തോ പോലെ സുധീഷിൻ്റെ കൂടെ ഫ്രണ്ട് ഇരുത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ടാണ് സുധീഷ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എല്ലാം പൊളിഞ്ഞു പോയില്ലേ. എന്നിട്ട് സുഭാഷ് ഫ്രണ്ട് കയറി. അങ്ങനെ അവർ ഇൻ്റർവ്യൂവിന് 3 പേരും കൂടെ പോവാണ്. അങ്ങനെ അവിടെ ഇൻ്റർവ്യൂ സ്ഥലത്ത് എത്തുന്ന സമയത്ത് സുഭാഷ് പറഞ്ഞ മോളെ എന്തായാലും സന്തോഷത്തോടെ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാൻ എന്നാൽ പൊക്കോട്ടെ എന്ന് ചോദിക്കാൻ. പോയിട്ട് വാ സുഭാഷ് ചേട്ടാ, ഞാൻ എന്തായാലും ഓട്ടോയും പിടിച്ച് വരാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ നിധി ഇൻ്റർവ്യൂവിനായിട്ട് അകത്ത് കയറുകയാണ്. ഈ സമയം നമ്മുടെ സുധീഷ് പറയും ഞാനിപ്പോൾ വരുന്നില്ല ചേട്ടാ, ഞാനൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇൻ്റർവ്യൂ കഴിയാൻ 1-2 മണിക്കൂർ എടുക്കും, ഞാൻ സുഭാഷ് എന്നെ കൊണ്ടുവിടാം. അപ്പോൾ സുഭാഷ് പറഞ്ഞു വേണ്ട നീ എന്നാൽ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്തോ, നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും വേണ്ട സമയമുണ്ടല്ലോ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് സുധീഷ് നമ്മുടെ സുഭാഷിനെ കൊണ്ടുവന്നാക്കുകയാണ്. എന്നിട്ട് സുഭാഷ് വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ്. ഇതേ സമയം നമ്മുടെ സുനന്ദ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വീട്ടിൽ നിന്ന് പോണത്. അപ്പോൾ അന്നത്തെ ദിവസം സുനന്ദയുടെ വീട്ടിൽ തന്നെയാണ്.
അപ്പോൾ സുനന്ദയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സുനന്ദ പറയും, എനിക്ക് എൻ്റെ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പേരെടുത്തൊക്കെ യാത്ര പറയാനുണ്ട്, ഞാൻ പോയി ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ പുള്ളി പറയും പൊക്കോളാൻ പറയും, പോയി ചോദിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ലളിതയ്ക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് ഓടുന്നതെന്ന്. മിക്കവാറും ഭാസ്കറിൻ്റെ വീട്ടിൽ സുഭാഷിനെ കാണാനായിരിക്കും. അപ്പോൾ ലളിത പതുക്കെ കൈ പിടിച്ചിട്ടുണ്ട്, നീ എങ്ങോട്ടാണ് ഈ പോണേന്നും ചോദിച്ച് വരട്ടോ. അപ്പോൾ സുനന്ദ പറയേ, അതെ എനിക്ക് കുറച്ച് പേരെടുത്തൊക്കെ യാത്ര പറയാനുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അശ്വിൻ പറഞ്ഞല്ലോ, അതായത് അശ്വിനാണെന്ന് തോന്നുന്നു കേട്ടോ ആ സുനന്ദയുടെ ഹസ്ബൻഡിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ പൊക്കോളാം. അപ്പം പുള്ളി എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്, ഭാസ്കരനും നമ്മുടെ സുനന്ദയുടെ അച്ഛനും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അല്ല, ഭാസ്കരനല്ല, സോറി, ഗംഗാധരനും സുനന്ദയുടെ അച്ഛനും ഒക്കെ ആയിട്ട് നമ്മുടെ പുതിയ സുനന്ദയുടെ നമ്മുടെ ഭർത്താവ് സംസാരിച്ച് അശ്വിൻ ഇരിക്കുകയാണ്. അപ്പം അശ്വിൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞല്ലോ. അപ്പോൾ സുനന്ദയ്ക്ക് അശ്വിൻ്റെ പെർമിഷൻ മേടിച്ചാൽ മതി, ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും പെർമിഷന് വേണ്ടി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അശ്വിൻ പറഞ്ഞു പൊക്കോട്ടെ, അവൾ കുഴപ്പമില്ല, പഠിച്ച ഫ്രണ്ട്സും കാര്യമൊക്കെ ഉള്ളതില്ലേ, അപ്പോൾ അവൾ യാത്ര പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അതെ ഇവള് പോണത് നമ്മുടെ ഒരു അകന്ന ബന്ധു തന്നെയാണ്, പക്ഷെ നമ്മളും അവരും നല്ല ടേംസ് അല്ല, സ്വത്ത് വക കാര്യങ്ങളിൽ ചെറുതായിട്ടൊന്ന് നീരസമായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ലളിത പറഞ്ഞു ആകെ എവള് മാത്രമേ പോകാറുള്ളൂ. അപ്പം നമ്മുടെ സുനന്ദ പറഞ്ഞു എന്തായാലും പോകുന്നതിന് മുന്നേ എനിക്ക് അവരുടെ അടുത്തൊക്കെ യാത്ര പറയണമെന്ന് പറഞ്ഞു. അപ്പം അശ്വിൻ പറഞ്ഞു എന്നാൽ പോയി പറഞ്ഞിട്ട് വരട്ടെ, അവളെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടണം. അങ്ങനെ നമ്മുടെ സുഭാഷ് വീട്ടിൽ അടുക്കളയിൽ എന്തൊക്കെയോ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് ഏട്ടാന്നൊരു വിളി. അപ്പം നമ്മുടെ സുഭാഷ് ഇങ്ങനെ ഒരു നിമിഷം ഇടയ്ക്കിടയ്ക്ക് സുനന്ദ വന്നിങ്ങനെ വിളിക്കാറുണ്ടല്ലോ, അപ്പം അതുപോലെ തോന്നിയതാവുമെന്ന് കരുതിയിട്ട് സുഭാഷ് വീണ്ടും പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും സുഭാഷ് ഏട്ടാന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. നോക്കുമ്പോൾ ശരിക്കും സുനന്ദ വന്നിരിക്കുകയാണ്. എന്നിട്ട് സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോൾ സുഭാഷും തിരിച്ച് ചോദിക്കും കേട്ടോ, സുഖമാണോ? എനിക്ക് സുഖമാണ് സുഭാഷ് ഏട്ടാ, ഞങ്ങൾ നാളെ പോകും, അപ്പോൾ ഞാനും ചേട്ടനെ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് വൈകിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കും. അപ്പം സുഭാഷ് പറയും അതിനെന്താണ്, നീ വന്നോളൂ, ആളെയും കൂട്ടി വരൂ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ സമയം നമ്മുടെ നികേഷ് കോളേജിൽ പോയിട്ട് വരുന്ന സമയം ഇങ്ങനെ സുനന്ദയും നമ്മുടെ സുഭാഷും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടുക്കളയിൽ. നികേഷ് അങ്ങോട്ട് അവരടുത്തോട്ട് പോകത്തില്ല കേട്ടോ. എന്നിട്ട് നികേഷ് പതുക്കെ സുധീഷിനെ വിളിച്ച് കാര്യം പറയും, ഹരീഷിനെ വിളിച്ച് പറയും സുനന്ദ ഇവിടെ വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ ബാക്കിയുള്ളവരും കൂടെ എത്തുമോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഇവിടെ ഉണ്ടെന്ന് പറയാം. ആ സമയം തന്നെ നമ്മുടെ നിധി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ സക്സസ് ആയിരുന്നു, ആ റൗണ്ട് പൂർത്തിയായി, ഇനി നാളെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്, എന്തായാലും ജോലി ഓക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കൈയൊക്കെ കൊടുത്ത് കൺഗ്രാറ്റ്സ് പറയും. എന്നിട്ട് നമ്മുടെ സുധീഷ് വേഗം തന്നെ വീട്ടിലോട്ട് വരികയാണ്, കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് കരുതിയിട്ട്. അങ്ങനെ അവരെല്ലാവരും എത്തിയപ്പോഴേക്കും നമ്മുടെ സുനന്ദ പോയി കഴിഞ്ഞു. അപ്പോൾ സുധീഷ് ചെന്നിട്ട് ചോദിക്കും, അല്ല സുഭാഷ് ചേട്ടാ സുനന്ദ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്തിയെന്ന് ചോദിക്കും. സുനന്ദ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അത് നികേഷ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ നികേഷ് പറഞ്ഞു ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി, നിങ്ങൾ സംസാരിക്കുകയില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. ഓഹോ അതൊന്നുമില്ല, അവൾ യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാണ്, വൈകിട്ട് ഹസ്ബൻഡിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു, അപ്പോൾ ഞാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. അതെന്തിനാ സുഭാഷ് ചേട്ടാ വരാൻ പറഞ്ഞത്? അവർ വരട്ടെ, അവൾ പോവല്ലേ, അപ്പോൾ നമ്മളും കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടൊക്കെ പോകാമല്ലോ എന്ന് കരുതി വരട്ടെ എന്ന് വെച്ച് വരാൻ പറഞ്ഞു. എന്തായാലും അവർക്ക് നല്ലൊരു വിരുന്നൊരുക്കണം, ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അങ്ങനെ സുഭാഷ് പോയി ബിരിയാണിക്കുള്ള സാധനങ്ങളും സദ്യക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഒരു വലിയ ഒരു സ്പിരിറ്റിലെടുത്ത് സുഭാഷ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഭാസ്കരനൊക്കെ പുറത്തു പോയിട്ട് വന്നപ്പോൾ നല്ല ബിരിയാണിയും സദ്യയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, അല്ല ഇന്നിവിടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വല്ലതും ആണോ? ഒരുപാട് വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ സുഭാഷ് പറഞ്ഞു അത് വേറൊന്നുമില്ല, ഇന്ന് സുനന്ദയുടെ ഹസ്ബൻഡിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു, ഞാൻ വരാൻ പറഞ്ഞു. നിന്നോട് ആരാടാ വരാൻ പറഞ്ഞതെന്ന് ഭാസ്കരൻ ചോദിക്കും. അതിനെന്താ വെച്ചാൽ അവർ വന്നോട്ടെ, അവൾ പോവല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? ദേഷ്യമോ? അവളെ ഇന്ന് ഇങ്ങോട്ട് കയറ്റണം എനിക്കിഷ്ടമല്ല, ഇനി അതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും? അതൊന്നുമില്ല, അച്ഛൻ ഇനി ഇടങ്ങേറൊന്നും ഇടല്ലേ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പുറത്ത് പോയിട്ട് അച്ഛൻ പിന്നെ വന്നാൽ മതിയെന്ന് സുഭാഷ് പറയും. ഇത് കേട്ട ഹരീഷ് ചോദിക്കും, അല്ല ഇത്രയൊക്കെ നന്നായിട്ട് സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറയുന്ന ആൾ എന്തുകൊണ്ട് സുനന്ദയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല? അവളുടെ അമ്മയും അച്ഛനും പറഞ്ഞത് കേട്ട് അവർ കാലയെ പിടിച്ചെന്ന് കരുതിയിട്ട് സുഭാഷ് ഏട്ടൻ എടുത്ത തീരുമാനം മാത്രം ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ വൈകിട്ടായപ്പോൾ നമ്മുടെ സുനന്ദയും അശ്വിനും കൂടെ പോകാനൊക്കെ ഇറങ്ങണം. അപ്പോൾ അശ്വിൻ ചോദിച്ചു അമ്മയും അച്ഛനും ഒന്നും വരുന്നില്ലേ, നിങ്ങളും കൂടെ പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി അമ്മ, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ
കൂടെ വീട്ടിൽ വരികയാണ്. വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഭാസ്കരൻ എറാത്തുണ്ട്. ഭാസ്കരൻ ഒരു നീരസമൊന്നും കാണിച്ചില്ല. കയറി വാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചകത്തിരുത്തുകയും അവർക്ക് ആഹാരവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുകയും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പരിചയപ്പെട്ട് നല്ല രീതിയിൽ അശ്വിനെയും സുനന്ദയൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അശ്വിൻ പറഞ്ഞു, സുഭാഷിൻ്റെ കല്യാണം ഇതുവരെ ആയില്ലേ, അപ്പോൾ നല്ലൊരു ബന്ധം ഒത്തു വരാത്തതുകൊണ്ടൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ആ ഒരു ബന്ധം. പക്ഷേ അതിനിടയിൽ പോലും സുനന്ദ സുഭാഷിനെ നെഞ്ചുരുകിക്കൊണ്ടുള്ള ചില ഒരു നോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് ഭയങ്കര ഒരു ഇതാണ്. സുഭാഷും അത് ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു വിരുന്ന് കൊടുത്ത് അവരെ യാത്ര അയക്കുകയാണ്. യാത്ര അയച്ച് അവർ ഇറങ്ങുന്നതിന് മുന്നേ ഭാസ്കരനെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ നിലവിളക്കൊക്കെ കത്തിച്ച് അവരെ മനസ്സറിഞ്ഞ് തന്നെ അനുഗ്രഹിച്ച് ഒക്കെ വിടുന്ന ഒരു സീനൊക്കെയാണ് ഇനി വരുന്ന ഒരു നെക്സ്റ്റ് വീക്കിലെ പ്രൊമോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. ഇതൊരു ഇൻട്രോ മാത്രമാണ് കേട്ടോ മുത്തുമണീസേ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നല്ലൊരു സപ്പോർട്ട് വേണം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഈ ചാനലിലും അതുപോലെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ നമ്മുടെ മഴതോറും മുമ്പേ സീരിയൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കേൾക്കുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം നമ്മുടെ പ്രൊമോസൊക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാലേ കേൾക്കാൻ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.